ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹേ പുതിയ വരുൺ ധവാന്റെ റോം കോം ബോളിവുഡ് ചലച്ചിത്രമാണ്. നായികയായിട്ട് വരുന്നത് മൃണാൽ തക്കൂറും പൂജ ഹെഗ്ഡെയുമായാണ്. അപ്പോൾ ആ സിനിമയിലെ വ്യാ കർവാ ദോ ജി എന്ന ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു. ഇത് പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആണോ അതോ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആണോ എന്നൊക്കെ. അത് അത്രയും നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം അവരത് റോം കോം ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. വാ. ദിസ് സമ്മർ ഒരു ഇഷ്ടമുള്ള ഒരു നടൻ കൂടെയാണ്. ഡാൻസ് കണ്ട സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് പുള്ളിക്ക് ബോക്സ് ഓഫീസ് ഹിറ്റും അല്ലെങ്കിൽ പോസിറ്റീവ് റിവ്യൂസും ഉള്ള പടങ്ങൾ ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവെന്നല്ല, ഇനി ഇല്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ അങ്ങനെ അധികം പുള്ളിയുടെ സിനിമകളിൽ ഈ പോസിറ്റീവും കാര്യങ്ങളൊക്കെ വന്നൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആൻഡ് ഇതിൽ വരുൺ ധവാനും മൃണാളുമുള്ള ഒരു കോംബോയും കാണാൻ ഇറ്റ് ലുക്സ് ഗുഡ്. എന്നാലും നമ്മൾ കണ്ട എനിക്ക് ഏറ്റവും മൃണാളിന്റെ ഏറ്റവും ഒരു പേരായിട്ട് തോന്നിയത് എപ്പോഴും ദുൽഖർ സൽമാനാണ്. അത് ആ ഒരു പേരെന്ന് പറയുന്നത് അജാദി സാധനമാണ്. അതായത് സീതാരാമത്തിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ റഹ്മാന്റെ മകൻ അമീൻ ഒരു ബീഗി എന്നൊരു ഒഫീഷ്യൽ മ്യൂസിക് ആൽബം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ദുൽഖറും മൃണാളുമായിരുന്നു പേരായിട്ട് അഭിനയിച്ചിരുന്നത്. ആ ഒരു വീഡിയോ സോങ്ങിൽ കാണണം. അത് ആ ഒരു പേരൊരു അജാദിയാണ്. ഇത് ആ ഒരു മൃണാളും ദുൽഖറും ഒരു പേര് കാണുമ്പോൾ അവർ തമ്മിൽ എന്തോ കണക്ഷൻ കെമിസ്ട്രി ഉള്ളവരാണെന്ന് തോന്നുന്നു. ആൻഡ് പാട്ട് വൈസും എവിടെയോ കേട്ട ഒരു പാട്ട് പോലെ തോന്നുന്നു. ഹിന്ദിയിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ പാട്ടുകളൊക്കെ വരുന്നത്. പാട്ട് കൊള്ളാം, പക്ഷെ ഡാൻസ് ബിറ്റ്വീൻ വേറെ ലെവലായിട്ട്. ഇവർ ഡാൻസ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ ബോളിവുഡിലെ എല്ലാ യങ്സ്റ്റേഴ്സും അത്യാവശ്യമല്ല നല്ല രീതിക്ക് തന്നെ അവർ ഇഷ്ക് ഹോന ഹേ 22 മെയ് 2026 സിനിമ റിലീസ്. 2026 മെയ് 22 അപ്പോൾ ഈ സിനിമയിൽ ഡേവിഡ് ധവാൻ, ഇനി വരുൺ ധവാന്റെ ചേട്ടനും അനിയൻ അങ്ങനെ വല്ലായിരിക്കുമോ? സാധ്യതയില്ലാതില്ല. പാട്ട് കൊള്ളാം ഗൈസ്. വ്യാ കർവാ ദോ ജി എന്നാണ് പാട്ടിന്റെ സോങ് ടൈറ്റിൽ. കൊള്ളാം, നല്ലൊരു പാട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. ഇവർക്ക് ഇപ്പം യങ്സ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്, യുവനടന്മാരൊക്കെ ചെയ്യുന്ന ഇതുപോലത്തെ റൊമാൻറ്റിക് കോമഡിയാണ്. അതായത് ഇത് സെയിം സാധനം തന്നെ ആയിരിക്കും, എല്ലാത്തിനും സെയിം ടെംപ്ലേറ്റ് ആയിരിക്കും. അതായത് ഒരു ഐറ്റം സോങ് ഉണ്ടാവും,
പിന്നെ ഒരു വിദേശത്ത് പോകുന്ന ഒരു സീനുകൾ ഉണ്ടാവും. പിന്നെ ഒരു കളർഫുൾ ആയിരിക്കും, കുറച്ച് ബോട്ടും യാട്ടും എല്ലാം ഉള്ള ഒരു സീനും ഡാൻസും പാട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ 2-3 നായികമാരുണ്ടായിരിക്കും, ജലസി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പിന്നെ അവരുമായിട്ടുള്ള കുറച്ച് ഗ്ലാമറസ് സീൻസുകളും കാര്യങ്ങളൊക്കെ കാണും. നായികമാരെ ഹോട്ടായിട്ട് കാണിക്കും. ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് തന്നെയാണ് ഈ സിനിമയിൽ വരുന്നത്. പിന്നെ ഇടയിൽ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന പോലെ സിനിമയുടെ വിജയം ഇരിക്കും. ഈ പാട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് ഇത് വരുൺ ധവാനും മൃണാളും ഉള്ള ഒരു പാട്ടാണ്. ഇനി പൂജ ഹെഗ്ഡെ ഇതിലൊരു നായികയായിട്ട് വരുന്നുണ്ട്. പൂജ ഹെഗ്ഡെക്ക് ഇനി എനിക്ക് തോന്നുന്നു വേറൊരു പാട്ട് കാണും, അത് അടുത്ത് റിലീസ് ചെയ്യുമായിരിക്കും. ആൻഡ് സമ്മർ റിലീസിനാണ് സിനിമ വരുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഹിന്ദിയിൽ ദുരന്തർ മാത്രമേ ഉള്ളൂ. ദുരന്തർ 2 വേറൊരു സിനിമയെ കുറിച്ച് ഒരു സംസാരം ഇല്ല, വേറൊരു സിനിമയെ കുറിച്ച് ജയമില്ല, വേറൊരു സിനിമയെ കുറിച്ച് വിഷയങ്ങളില്ല, ആരും ഒന്നും നോക്കുന്നില്ല. ഹിന്ദി ഇപ്പം ബോളിവുഡിൽ എന്ത് നടക്കുന്നൊന്നും ഒരാൾ അറിയുന്നുമില്ല. ഇനിയിപ്പോൾ ഷാറുഖ് ഖാൻ ഈ വർഷത്തെ ഡിസംബറിൽ എന്താണ് കിങ്ങുമായിട്ടെന്നൊരു സിനിമയായിട്ട് വരുന്നത്. അതുവരെ ഇനി ഇവിടെ ഒരു കോളിളക്കം ഹിന്ദിയിൽ ബോളിവുഡിൽ സൃഷ്ടിക്കുമെന്ന് ചോദിച്ചാൽ ഡൗട്ട് തന്നെയാണ്. കാരണം ദുരന്തർ അപ്പാടെ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് 2 സിനിമയുമായിട്ട്, ദുരന്തർ ആൻഡ് ദുരന്തർ ദ റിവെഞ്ചുമായിട്ട്. അപ്പം ഈ പാട്ട് കൊള്ളാം, കേട്ടിട്ടില്ലേ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വൺ പാട്ടൊന്നുമല്ല, ബട്ട് ആ ബോറടി ഇല്ലാതെ ഒന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതിലെ വീഡിയോസിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഡാൻസ് ബെറ്റർ ആയിട്ടുണ്ട്. ഡാൻസ് ഞാൻ പറഞ്ഞില്ല, വരുൺ ധവാനൊക്കെ നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്യാൻ, ഗ്രൂപ്പ് ഓഫ് ബഞ്ച് ഓഫ് പീപ്പിൾസും നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. മൃണാൾ തക്കോറും കാണാൻ ക്യൂട്ടായിട്ടും ഉണ്ട്. മൃണാൾ തക്കോർ എന്ത് സുന്ദരിയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്.